ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യം അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിൽ. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുള്ള കലയാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. യോഗ ലോകത്തിന് സമാധാനത്തിലേക്കുള്ള ദിശാബോധം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശാഖപട്ടണത്ത് 3 ലക്ഷത്തോളം പേർ പങ്കെടുത്ത യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകി പ്രധാനമന്ത്രി. കേരളത്തിൽ യോഗദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി കേന്ദ്ര സഹമന്ത്രിമാർ. സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇസ്രയേൽ ആക്രമണ പശ്ചാത്തലത്തിൽ ഭാവി ആണവ പദ്ധതികളെക്കുറിച്ച് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുള്ള കലയാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. യോഗ ശീലിക്കുന്നത് ശരീരത്തിനും മനസ്സിനും വ്യക്തിത്വത്തിനും ഗുണം ചെയ്യുമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ആഗോള സമൂഹത്തിൽ യോഗയുടെ പ്രാധാന്യം വർദ്ധിച്ചുവരുന്നതായും ഡെറാഡൂണിലെ പോലീസ് ലൈനിൽ നടന്ന 11ാമത് അന്താരാഷ്ട്ര യോഗദിന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. Prevention is better than cure. योगाभ्यास करने से व्यक्ति की इम्यूनिटी बढ़ती है. योग के अनेक प्रशिक्षण, प्राणायाम एवं योगासन की उपयोगिता बताते हुए ये स्पष्ट करते हैं कि किस प्रक्रिया को करने से किन किन रोगों का प्रतिरोध हो सकता है. आजकल जीवनचर्या से जुड़ी बीमारियों की रोकथाम में भी योग चिकित्सा को उपयोगी माना जाता है. നിരന്തരമുള്ള യോഗാഭ്യാസം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് യോഗ ശീലമാക്കണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ലോകം സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ യോഗ സമാധാനത്തിലേക്കുള്ള ദിശാബോധം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശാഖപട്ടണത്ത് 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ജൂൺ 21-ന് ലോകം മുഴുവൻ ഒരുമിച്ച് യോഗ ചെയ്യുന്നുണ്ടെന്നും യോഗ ലോകത്തെ മുഴുവൻ ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞു. ഇന്ത്യ ആധുനിക ഗവേഷണത്തിലൂടെ യോഗയുടെ ശാസ്ത്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്നും രാജ്യത്തെ പ്രധാന മെഡിക്കൽ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് ഗവേഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ യോഗയുടെ ശാസ്ത്രീയ വശത്തിന് ഇടം ലഭിക്കാൻ ഇന്ത്യ പരിശ്രമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. योग की वैज्ञानिकता को आधुनिक चिकित्सा पद्धति में स्थान मिले, ये हमारा प्रयास है. हम देश के मेडिकल और रिसर्च इंस्टीट्यूशंस में योगा के क्षेत्र में एविडेंस बेस्ड थेरेपी को भी प्रोत्साहित कर रहे हैं. इस दिशा में दिल्ली के एम्स की रिसर्च में सामने आया है कि योग की कार्डियक और न्यूरोलॉजी डिसऑर्डर्स के उपचार और विमेन हेल्थ और मेंटल वेलबीइंग में अहम भूमिका है. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ യോഗദിന പരിപാടിയിൽ പങ്കെടുത്തു. കിഴക്കൻ നാവിക കമാൻഡിന്റെ ഒരു ഫ്ളൈ പാസ്റ്റും 45 മിനിറ്റ് യോഗ സെഷനും ഉൾപ്പെട്ട പരിപാടിയിൽ ഏകദേശം 2.72 ലക്ഷം പേർ സംബന്ധിച്ചു. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനം രാജ്യമെമ്പാടും വിപുലമായി ആചരിക്കുന്നു. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഇന്ന് യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകി. ആരോഗ്യകരമായ ജീവിതശൈലിക്ക് യോഗ ശീലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 60,000-ലധികം സ്ഥലങ്ങളിൽ 1.5 കോടിയിലധികം പേർ പങ്കെടുത്ത കൂട്ട യോഗ പരിപാടികളാണ് ഗുജറാത്തിൽ സംഘടിപ്പിച്ചത്. അഹമ്മദാബാദിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പങ്കെടുത്തു. BSF അതിന്റെ എല്ലാ യൂണിറ്റുകളിലും പഞ്ചാബിലെ ആസ്ഥാനത്തും യോഗദിനം ആചരിച്ചു. അമൃത്സറിലെ അട്ടാരിയിലെ ജോയിന്റ് ചെക്ക് പോസ്റ്റിൽ പ്രത്യേക ചടങ്ങ് നടന്നു. മധ്യപ്രദേശിൽ ഭോപ്പാലിലെ അടൽ പാതയിൽ സംസ്ഥാനതല യോഗ പരിശീലനം നടന്നു. മുഖ്യമന്ത്രി മോഹൻ യാദവ്, കേന്ദ്ര ഗോത്രകാര്യ സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ എന്നിവർ പങ്കെടുത്തു. ലഡാക്കിൽ നടന്ന പരിപാടിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ഗോവയിലെ യോഗ ദിനാചരണത്തിന് കേന്ദ്ര നവ പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക് നേതൃത്വം നൽകി. പുതുച്ചേരിയിലുടനീളം 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. ബീച്ച് റോഡിൽ നടന്ന ആഘോഷങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥനും മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയും ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമഫലമായി ഐക്യരാഷ്ട്രസഭ യോഗയെ അംഗീകരിച്ചതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. ചെന്നൈയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധയിൽ നടന്ന യോഗ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളുമായി സംവദിക്കവെ ലോകമെമ്പാടുമുള്ള 125 രാജ്യങ്ങളിൽ ഇന്ന് യോഗ നടക്കുന്നുണ്ടെന്ന് ശ്രീ മുരുകൻ പറഞ്ഞു. മധുരയിൽ നടന്ന യോഗ പരിപാടിയിൽ ഗവർണർ RN രവി പങ്കെടുത്തു.
11ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ധാക്കയിൽ യോഗ പരിപാടി സംഘടിപ്പിച്ചു. പുരാതന ഇന്ത്യൻ നാഗരികത ആധുനിക ലോകത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവനയാണ് യോഗയെന്ന് ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മ പറഞ്ഞു. ബംഗ്ലാദേശിൽ നടൻ ചഞ്ചൽ ചൌധരി ഉൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും വിപുലമായ രീതിയിൽ യോഗാഭ്യാസം സംഘടിപ്പിച്ചു. ആയുഷ് മന്ത്രാലയത്തിന്റെയും നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച യോഗ ദിനാചരണത്തെ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അഠേവാലെ അഭിസംബോധന ചെയ്തു. ശാരീരിക മാനസിക ക്ഷേമത്തിന് യോഗ അനിവാര്യമാണെന്നും ദിവസവും 1 മണിക്കൂറെങ്കിലും യോഗ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയ്ക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും യോഗ അധ്യാപകർക്കുമൊപ്പം യോഗാഭ്യാസത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ലോകമെമ്പാടും യോഗയെ അംഗീകരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തിരുവനന്തപുരത്ത് യോഗദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ വ്യായാമം മാത്രമല്ലെന്നും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആശ്വാസം നൽകുന്നതാണെന്നും ശ്രീ ജോർജ് കുര്യൻ അറിയിച്ചു. എല്ലാ രാജ്യങ്ങളും അത് ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ വ്യക്തികളിലേക്കും ഇതിന്റെ സന്ദേശം എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നത്. ഒരു വ്യായാമം മാത്രമല്ല, അത് മനസ്സിനെയും ശരീരത്തെയും ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുന്നവർക്ക് ആത്മാവിനെയും എല്ലാം നിയന്ത്രിക്കുന്നതാണ്. യോഗ കേവലം ഒരു വ്യായാമം എന്നതിലുപരി ചിട്ടയായ ജീവിതശൈലിയും സ്വത്വം തിരിച്ചറിയുന്നതിനുള്ള മാർഗവുമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് ഇവന്റ് സെന്ററിൽ കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്രമായ ക്ഷേമവും പാരിസ്ഥിതിക ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ സുപ്രധാന പങ്കിനെ ഈ വർഷത്തെ ദിനാചരണം ഉയർത്തിക്കാട്ടുന്നുവെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. മികച്ച പ്രവർത്തനങ്ങൾ നടത്തി സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തൃശൂരിൽ നടന്ന അന്താരാഷ്ട്ര യോഗ ദിനാചരണ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ യോഗ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇതിലൂടെ കേരളത്തെ സമ്പൂർണ്ണ യോഗ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപുകളിലും വിപുലമായ യോഗ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിലെ ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന പരിപാടിയിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഗൌരവ് സിംഗ് രജാവത്ത്, ആരോഗ്യവകുപ്പ് സെക്രട്ടറി അവനേഷ് കുമാർ, വിവിധ സേനാ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ പങ്കെടുത്തു. ദേശീയ തലസ്ഥാനത്തെ ആകാശവാണി ആസ്ഥാനത്ത് പ്രത്യേക യോഗ പരിപാടി സംഘടിപ്പിച്ചു. ആകാശവാണി ഡയറക്ടർ ജനറൽ പ്രഗ്യ പാലിവാൾ ഗൌർ, ADG L മധുനാഗ്, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് CCRS സിദ്ധ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പള്ളിപ്പുറം CRPF കേന്ദ്രീയ വിദ്യാലയവും ആകാശവാണി തിരുവനന്തപുരം നിലയവും സംയുക്തമായി പള്ളിപ്പുറത്ത് യോഗാദിനം ആചരിച്ചു. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലീഗൽ സർവീസസ് സമ്മിറ്റ് 2025 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംധാർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വിവിധ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ബോധവൽക്കരണ സെഷനുകൾ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണ പശ്ചാത്തലത്തിൽ ഭാവി ആണവ പദ്ധതികളെക്കുറിച്ച് ചർച്ച നടത്തില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ എന്നിവയുടെ വിദേശകാര്യ മന്ത്രിമാരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ജനീവയിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം നിലവിലെ സ്ഥിതിഗതികൾ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സുരക്ഷാ കൌൺസിലിൽ വിശദീകരിച്ചു. ആഗോള സുരക്ഷയ്ക്കായി സംഘർഷം ലഘൂകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ബെൽജിയത്തെ നേരിടും. 6 മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെട്ട ശേഷമാണ് പുരുഷ ടീം ബെൽജിയവുമായി മത്സരിക്കുന്നത്. ബെൽജിയം 3ാം സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിൽ. ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുള്ള കലയാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. യോഗ ലോകത്തിന് സമാധാനത്തിലേക്കുള്ള ദിശാബോധം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശാഖപട്ടണത്ത് 3 ലക്ഷത്തോളം പേർ പങ്കെടുത്ത യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകി പ്രധാനമന്ത്രി. കേരളത്തിൽ യോഗദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി കേന്ദ്ര സഹമന്ത്രിമാർ. സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇസ്രായേൽ ആക്രമണ പശ്ചാത്തലത്തിൽ ഭാവി ആണവ പദ്ധതികളെക്കുറിച്ച് ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.